ഹായ്, എല്ലാവർക്കും ഗ്രേസ് ഓഫ് ഗോഡ് മെലഡീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ 7ാമത്തെ എപ്പിസോഡിലേക്ക് പ്രവേശിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൂടെ കർണാട്ടിക് നോട്ട്സിൻ്റെ ഫിംഗർ പാറ്റേൺ, അതിൻ്റെ എക്സസൈസുകളെല്ലാം കണ്ടു. അപ്പോൾ നമ്മൾ വീണ്ടും വെസ്റ്റേൺ നോട്ടിലേക്ക് തിരിച്ചു വരികയാണ്. അപ്പോൾ വെസ്റ്റേൺ നോട്ടിൽ നമ്മൾ ഇന്ന് പുതിയ ക്ലാസ്സുകൾ ആരംഭിക്കുകയാണ്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് കടക്കാം. നമ്മൾ വെസ്റ്റേൺ നോട്ടിൽ പഠിക്കുന്നത് കോഡുകൾ എങ്ങനെ വായിക്കാം എന്നാണ്. നമുക്ക് പൊതുവെ അറിയാം, കോഡുകൾ രണ്ട് രീതിയിലാണുള്ളത്, മേജർ കോഡും മൈനർ കോഡും. അതിൽ എങ്ങനെയാണ് നമുക്ക് മേജർ കോഡ് വായിക്കാനായിട്ട് സാധിക്കുന്നതെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിനുപയോഗിക്കുന്ന ഒരു 3 ഫോർമുല നമ്മൾ പരിചയപ്പെടുകയാണ്. ആദ്യത്തെ ഫോർമുല എന്ന് പറയുന്നത് കീ പ്ലസ് 4+7, രണ്ടാമത്തേത് 3, 2, മൂന്നാമത്തേത് റൂട്ടിൽ വായിക്കുമ്പോൾ 1, 1, 3, 5, 1, 3, 5 നോട്ടുകൾ ചേർത്ത് കോഡ് വായിക്കാം. റൂട്ടുകളിൽ വായിക്കുമ്പോൾ അങ്ങനെയും വായിക്കാം എന്നുള്ള രീതിയിലാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ആദ്യത്തെ ഫോർമുല എടുക്കാം, കീ പ്ലസ് 4+7. ആ ഫോർമുലയിൽ എങ്ങനെ കോഡ് വായിക്കാം, നമ്മളപ്പോൾ അതിനായിട്ട് നമ്മളൊരു സി മേജർ കോഡ് എങ്ങനെ ഉണ്ടാക്കാം എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ആദ്യമേ. അപ്പോൾ കീ പ്ലസ് 4+7 എന്ന ഫോർമുല ഉപയോഗിച്ചാണ് നമ്മൾ ആദ്യം വായിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ കീ എന്ന് പറയുന്ന നോട്ട് ഏത് കോഡാണോ വായിക്കുന്നത് അതിൻ്റെ ആദ്യത്തെ നോട്ട്, അതായത് ഇപ്പോൾ സിയുടെ കോഡാണെങ്കിൽ സി, ഡിയുടെ കോഡാണെങ്കിൽ അങ്ങനെ നമുക്ക് 12 നോട്ടുകൾ, 12 നോട്ടുകളുടെയും ആ നോട്ടാണ് ആ കീ എന്ന് പറയുന്ന നോട്ട്. അപ്പം സിയുടെ കീ സി മേജർ കോഡ് വായിക്കുമ്പോഴുള്ള അതിൻ്റെ കീ നോട്ട് എന്ന് പറയുന്നത് സി എന്ന് പറയുന്ന നോട്ട് ആയിരിക്കും. ഇനി കീ പ്ലസ് 4 നാലാമത്തെ നോട്ട് എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ കീ കഴിഞ്ഞിട്ട് നമ്മൾ കീ കഴിഞ്ഞിട്ടുള്ള 1, 2, 3 നോട്ടുകൾ കഴിഞ്ഞിട്ട് നാലാമത്തെ നോട്ടാണ് നമ്മൾ എണ്ണിയെടുക്കേണ്ടത്. അപ്പം നമ്മൾ കീ സി കഴിഞ്ഞു. അപ്പം കീ കഴിഞ്ഞിട്ടുള്ള ഒന്നാമത്തെ നോട്ട് എന്ന് പറയുന്നത് സി ഷാർപ്പാണ്. അപ്പം സി ഷാർപ്പ് 1, ഡി 2, ഡി ഷാർപ്പ് 3. അപ്പം സി ഷാർപ്പ് 1, ഡി 2, ഡി ഷാർപ്പും 3. അപ്പം നാലാമത്തെ നോട്ട് എന്ന് പറയുന്നത് ഇ. അപ്പം രണ്ടാമത്തെ നോട്ട് എന്ന് പറയുന്നത് സി കഴിഞ്ഞാൽ അടുത്ത നോട്ട് കീ പ്ലസ് 4 എന്ന് പറയുന്നത് ഇ. ഇനി +7. അപ്പം നമ്മൾ ഇയിലാണ് അടുത്ത 4 എന്ന് പറഞ്ഞത്. അപ്പം 4 കഴിഞ്ഞിട്ട് 5 എന്ന് പറയുന്നത് എഫ്, 6 എന്ന് പറയുന്നത് എഫ് ഷാർപ്പ്, അപ്പോൾ 7 എന്ന് പറയുന്നത് ജി. അപ്പോൾ നമുക്ക് കിട്ടി കീ പ്ലസ് 4+7. അത് നിങ്ങൾ എണ്ണിയെടുത്താൽ നിങ്ങൾക്കത് വായിക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും. ഇനി അടുത്ത എന്ന് പറയുന്നത് 3, 2 എന്ന് പറയുന്ന ഒരു ഫോർമുലയാണ്. ആ 3, 2 എന്ന് പറയുന്ന ഫോർമുല വളരെ ഈസിയാണ് കോഡ് കണ്ടുപിടിക്കാനായിട്ട്. എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാനായിട്ടുള്ളതേ ഉള്ളൂ. അപ്പോൾ 3, 2 എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പം നമ്മൾ സി മേജർ തന്നെ, സി മേജറിൻ്റെ സിയിൽ നമ്മൾ ആദ്യം സി എന്ന നോട്ടാണ് ഏത് കോഡിൻ്റെ ആദ്യത്തെ നോട്ട് എന്ന് പറയുന്നത് അതിൻ്റെ ആദ്യത്തെ നോട്ട് തന്നെയായിരിക്കും. അപ്പോൾ സി മേജറിൻ്റെ സി ആണ്. സി കഴിഞ്ഞിട്ട് 3 നോട്ടുകൾ കഴിഞ്ഞിട്ടുള്ള 3 നോട്ടുകൾ ഫ്രീ ആയിട്ട് നിൽക്കണം. 3 നോട്ട് ഫ്രീ കഴിഞ്ഞിട്ട് നാലാമത്തെ നോട്ടിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ സി കഴിഞ്ഞിട്ട് 3 നോട്ടുകൾ കളയുന്നു, 1, 2, 3. അതായത് സി ഷാർപ്പ്, ഡി ഷാർപ്പ് കളഞ്ഞിട്ട് നാലാമത്തെ നോട്ട് വായിക്കുന്നു. അപ്പോൾ ഈ 3 നോട്ടുകൾ നമ്മൾ 2 നോട്ടുകൾക്കിടയിൽ 3 നോട്ടുകൾ ഫ്രീ ആയിട്ട് നിൽക്കണം, അവത്തിൽ ഒരു ടച്ചും ഉണ്ടാവരുത്. അപ്പോൾ 3 ആയി. ഇനി 2 എന്ന് പറയുന്നത് നമ്മൾ കണ്ടുപിടിച്ചു അടുത്തത്. അപ്പം ഈ കഴിഞ്ഞിട്ടുള്ള 2 നോട്ടുകൾ കളയണം, അതായത് എഫും എഫ് ഷാർപ്പും. അപ്പം അടുത്തത് ജി. അപ്പോൾ ആദ്യത്തെ 2 ഫിംഗറിൻ്റെ ഇടയ്ക്ക് 3 കീസ് ഫ്രീ ആയിട്ട് നിൽക്കണം. അടുത്ത 2 ഫിംഗറിൻ്റെ നടുക്ക് 2 കീസ് ഫ്രീ ആയിട്ട് നിൽക്കുക. അപ്പോൾ അതാണ് 3, 2 എന്ന് പറയുന്ന ഫോർമുല ഉപയോഗിച്ച് സി മേജർ കോഡ് കണ്ടുപിടിക്കാൻ സാധിക്കുന്നത്. ഇനി മൂന്നാമത്തെ ഒരു ഫോർമുലയാണ് റൂട്ട്. നമ്മൾ ഇപ്പോൾ സി മേജറിൻ്റെ റൂട്ടിൽ എങ്ങനെ സി മേജർ വായിക്കാം എന്നാണ്. സി മേജറിൻ്റെ റൂട്ട് നമ്മൾ മുന്നോട്ട് ഇനി റൂട്ടുകൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് മാത്രം ഞാൻ പറഞ്ഞു തരികയാണ്. അപ്പോൾ സി മേജറിൻ്റെ റൂട്ട് എന്ന് പറയുന്നത് സി, ഡി, ഇ, എഫ്, ജി, എ, ബി, സി. അപ്പോൾ ഈ വൈറ്റ് കീകൾ മാത്രമാണ്, സി മുതൽ സി വരെ ഉള്ളതാണ് സിയുടെ റൂട്ട് എന്ന് പറയുന്നത്. ഇനി ഈ റൂട്ടിൽ നമുക്ക് 7 നോട്ടുകളുണ്ട്. സി, ഡി, എഫ്, ജി, എ, ബി. ആ 7 നോട്ടിൽ 1, 3, 5 നോട്ടുകൾ എടുക്കുക. അപ്പം സി എന്ന് പറയുന്ന നോട്ടായിരിക്കും 1.
ആ റൂട്ടിൽ വരുന്ന മൂന്നാമത്തെ നോട്ട് എന്ന് പറയുന്നത് C1 D2 E3 അത് കഴിഞ്ഞിട്ട് F4 G5. അങ്ങനെ നമുക്ക് റൂട്ടിൽ നിന്ന് വളരെ എളുപ്പത്തിൽ കോഡുകൾ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഈ 3 രീതിയിൽ നമുക്ക് മേജർ കോഡ് ഐഡൻറ്റിഫൈ ചെയ്ത് പഠിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എന്താണ് മേജർ കോഡ് എന്ന് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. മേജർ കോഡുകൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ആദ്യമേ കീ പ്ലസ് 4+7, കീ കഴിഞ്ഞിട്ട് 4ാമത്തെ നോട്ട്, അത് കഴിഞ്ഞിട്ട് 7ാമത്തെ നോട്ട്. അത് ഒരു എണ്ണത്തിൽ നമ്മൾ പഠിച്ചാൽ മതി. കീ എന്ന് പറയുന്ന നോട്ട് അതിൻ്റെ മെയിൻ നോട്ടായിരിക്കും. ഏത് കോഡാണോ അതിൻ്റെ മെയിൻ നോട്ടായിരിക്കും കീ എന്ന് പറയുന്നത്. പിന്നെ കീ കഴിഞ്ഞിട്ടുള്ള 4ാമത്തെ നോട്ട്, കീ ഉൾപ്പെടാതെ അത് കഴിഞ്ഞിട്ട് 1, 2, 3 4ാമത്തെ നോട്ട്, പിന്നെ 5, 6 കഴിഞ്ഞിട്ട് 7ാമത്തെ നോട്ട്. ഇനി 3, 2 എന്ന് പറയുമ്പോൾ ആദ്യത്തെ നമ്മൾ ഒരു കോഡ് ഞെക്കുമ്പോൾ ആദ്യത്തെ 2 ഫിംഗറിൻ്റെ നടുക്ക് 3 കട്ടകൾ ഫ്രീ ആയിട്ടും അടുത്ത 2 ഫിംഗറിൻ്റെ ഇടയ്ക്ക് 2 കട്ടകൾ ഫ്രീ ആയിട്ടും നിൽക്കുമ്പോൾ അതും നമുക്ക് മേജർ കോഡായിട്ട് വായിക്കാം. ഇനി അടുത്ത ഒരു ഫോർമുലയായിരുന്നു റൂട്ട് വൈസിൽ നമ്മൾ വായിക്കുമ്പോൾ 1, 3, 5 നോട്ടുകൾ. അപ്പം റൂട്ട് എടുക്കുമ്പോൾ 1, 3, 5 അതേത് കോഡിൻ്റെയും നമ്മൾ 1, 3, 5 റൂട്ടിൽ നോക്കുവാണെങ്കിൽ അത് കോഡായിരിക്കും. അതേത് കോഡാണോ ആ കോഡ് മൈനർ ആണെങ്കിൽ മൈനർ, മേജർ ആണ് മേജർ. ആ റൂട്ട് വൈസ് നോക്കുമ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ കോഡുകൾ കണ്ടുപിടിക്കാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. നിങ്ങളുടെ സംശയങ്ങൾ ഉണ്ടെങ്കിൽ അറിയിക്കുക. നിങ്ങൾ ഇതുപോലെ വാക്കി കോഡുകൾ കണ്ടുപിടിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ നമ്മൾ അടുത്ത ഫുൾ കോഡ്സിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇട്ട് തരുന്നതായിരിക്കും. പിന്നെ നിങ്ങൾ എന്തെങ്കിലും നിർദ്ദേശങ്ങൾ അഭിപ്രായങ്ങളൊക്കെ തരാനുണ്ടെങ്കിൽ നിങ്ങൾ ദയവായിട്ട് കമൻറ്റിലൂടെ അറിയിക്കുക. അതിന് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. പിന്നെ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ മുന്നിലേക്ക് ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ എത്തുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഫോണിൽ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അത് കണ്ട് അപ്പോൾ തന്നെ പഠിക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ വീഡിയോ ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അടുത്ത ക്ലാസ്സിൽ പുതിയൊരു വീഡിയോ ഇട്ട് കാണാം. താങ്ക് യു.